നികുതി പിരിവ് ഊർജിതമാക്കും എന്ന ഒരു അഭിപ്രായം UDF-നുണ്ടായിരുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ച് ബജറ്റിൽ പറഞ്ഞിട്ടേയില്ല, പറയേണ്ട കാര്യമില്ല. അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കാര്യമാണ്, അത് ചെയ്താൽ മതി. ഇക്കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിലൊരു ലക്ഷ്യമുണ്ടാകണം. അത് അങ്ങേക്ക് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല, വിൽക്കാനാണോ അതോ വിൽക്കാതിരിക്കാനാണോ എന്നത്. ഞാൻ ആദ്യഘട്ടത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് കുറച്ച് പറഞ്ഞെന്നറിയാം. അദ്ദേഹം കുറച്ചുകൂടി അധികം പറഞ്ഞു പോകട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്ധന സെസ് കുറയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലെന്ന്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്, അദ്ദേഹം പറഞ്ഞത് ഒരു മണ്ടത്തരമാണെന്ന്. നിങ്ങൾ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം, നിങ്ങൾ മണ്ടത്തരമാണെന്ന് പറഞ്ഞ കാര്യം ഞങ്ങളോട് ചെയ്യാൻ നിർബന്ധിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ താങ്കളുടെ ചോദ്യത്തെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. DA കുടിശ്ശിക നിങ്ങൾ വരുത്തി വെച്ചതല്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ 3000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? 3000 രൂപ കൊടുക്കും എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപനമാണ്. അത് കൊടുക്കും. സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? പക്ഷെ അതിനുള്ള സാമ്പത്തിക സ്ഥിതി കേരളത്തിനുണ്ടോ എന്നും കൂടി പരിശോധിക്കണം. നിങ്ങൾ 2500 രൂപ പ്രഖ്യാപിച്ചിട്ട് നിങ്ങളുടെ ആ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആദ്യ ബജറ്റിൽ 2000 പ്രഖ്യാപിക്കുമെന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ബജറ്റിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഏത് ആദ്യ ബഡ്ജറ്റിൽ എന്തിന്റെ? ആദ്യ ബജറ്റിൽ 2500 രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കും എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ആദ്യ ബഡ്ജറ്റിൽ തന്നെ 2500 കൊടുക്കുമെന്ന് ഇവർ 2500 രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല. ഞങ്ങൾ പ്രഖ്യാപിക്കും, ഞങ്ങളുടെ ആദ്യത്തെ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അല്ല, ഞാൻ ചോദിച്ചത് 2500 കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ്. അല്ല, അത് എടുക്കേണ്ടി വരും. പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. എടുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെയല്ല, ഞാനത് ക്ലാരിറ്റി വരുത്താം. 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷെ അവർ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ പ്രഖ്യാപിക്കും, ആദ്യ ബജറ്റിൽ പ്രഖ്യാപിക്കും. ശരി, ഇനി 2500 എന്ന് പോട്ടെ, ആദ്യ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞല്ലോ. ആദ്യ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവുമില്ല. ഇനി അതല്ല നമ്മുടെ വിഷയം, ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിൽപ്പച്ചന് മനസ്സിലായില്ലേ? അല്ല, എനിക്ക് മനസ്സിലായി താങ്കൾ സൂചിപ്പിച്ച കാര്യം എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിലെ ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പരമാവധി ബാറുകളുടെ എണ്ണം കൂട്ടാൻ തീരുമാനിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ടൂറിസം മേഖല വികസിക്കണ്ടേ? ഞാനൊരു കാര്യം പറയാം. അനധികൃത മദ്യത്തിന്റെ വ്യാപനം കുറയ്ക്കുക, മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം കുറയ്ക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ മദ്യം ഉപയോഗിച്ച് ശീലമുള്ള ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ നിന്ന് ഒറ്റയടിക്ക് മദ്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്, ലഭ്യത കുറയ്ക്കുക എന്നുള്ളത് ഒരു സാമാന്യ ബുദ്ധിക്ക് ചേർന്നതല്ല. LDF-ഉം അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവര് പക്ഷെ സിനിമാ നടിമാരെയും നടന്മാരെയും വെച്ച് പരസ്യം ചെയ്തു, അത് പറഞ്ഞു, നേരെ തിരിച്ചു ചെയ്തു. ഇവിടെ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക്, വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് മാറുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കേണ്ടത് പ്രതിജ്ഞാബദ്ധമാണെന്നാണ് കഴിഞ്ഞ LDF സർക്കാർ പറഞ്ഞത്. ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ 2018, 2022, 23 മദ്യനയത്തിൽ അതിൽ നികുതി വകുപ്പും എക്സൈസ് വകുപ്പും, ഞാൻ വിചാരിക്കുന്ന MB രാജേഷ് അന്ന് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്, ആ എക്സൈസ് വകുപ്പും കൂടി ഇറക്കിയിട്ടുള്ള സർക്കാർ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് 31/3/2022 പറഞ്ഞിരിക്കുന്നത്, സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. നിങ്ങൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഞാൻ മന്ത്രിക്ക് അയച്ചു കൊടുക്കും. മനസ്സിലായോ? അതിനുശേഷം 2024-25 ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിദേശ നിർമ്മിത മദ്യം ഇവിടെ നിർമ്മിച്ച് വിപണനം കൂടി ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വെച്ചിരുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ വന്നിട്ട് വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്നതിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉപയോഗത്തിലേക്ക് പറ്റുമെങ്കിൽ, സാധ്യമാണെങ്കിൽ മാറാൻ സാധ്യമായിട്ടുള്ള ഒരു കാര്യം തീരുമാനിക്കുന്നു.
അതും ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, നടപ്പാക്കാൻ പോകുന്നില്ല. ടാക്സ് കട്ടിലൂടെയാണോ നടപ്പിലാക്കേണ്ടത്? അത് പക്ഷേ ടാക്സ് കട്ടിലൂടെയാണോ നടപ്പിലാക്കേണ്ടത്? അല്ല, അതൊരു പ്രോത്സാഹനമാണ് മാധവ്. നമ്മൾ വീര്യം കൂടിയ മദ്യം വലിയ ടാക്സ് കൊടുത്ത് മേടിക്കും. അല്ല, ഞാൻ പറയട്ടെ, വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ഒരു പ്രോത്സാഹനത്തിന് കൂടി ഒരു സാധ്യതയാണ്. വീര്യം കൂടിയ മദ്യം വിപണിയിൽ അവസാനിപ്പിച്ചതിന് ശേഷമല്ല സർ, വിപണിയിൽ അവസാനിപ്പിച്ചതിന് ശേഷമല്ല വീര്യം കുറഞ്ഞ മദ്യം കൂടി തുറന്നു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരി, വീര്യം കൂടിയ മദ്യം ഉപയോഗിച്ച ആളുകൾ ഇങ്ങനെ ഒരു ടാക്സ് കട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് എന്ത് പഠനമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ ഉദയഭാനു എന്തായാലും അത്തരം നിർദ്ദേശങ്ങളോ അത്തരം പഠനമോ നടത്തിയിട്ടില്ല. ഞാൻ മാധുവല്ലേ തുടക്കത്തിൽ പറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് കുറച്ചാൽ അതിന്റെ ഉപയോഗം കൂടുമെന്ന്? അത് സിമ്പിൾ എക്കണോമിക് തിയറിയാണ്, ഡിമാൻഡ് തിയറിയാണ്. ടാക്സ് കുറയ്ക്കുമ്പോൾ വില കുറയും, അപ്പോൾ ഉപയോഗം കൂടുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഞാനല്ല പറഞ്ഞത്, ഒന്ന് മോഹൻ വർഗീസ് ആണ്. മറ്റൊന്ന്, അങ്ങനെ ടാക്സ് കുറച്ച് ലഭ്യത കൂട്ടി ഉപഭോഗം കൂട്ടേണ്ട ഒന്നല്ല സാർ മദ്യം. അതാണ് ഞാൻ അങ്ങ് ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന്. ഉപഭോഗം കൂട്ടി ലാഭം ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല മദ്യം. ഞാൻ അല്ല, ലാഭമുണ്ടാക്കാനാണെങ്കിൽ ടാക്സ് കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ലാഭമുണ്ടാക്കാനാണെങ്കിൽ ടാക്സ് കൂട്ടിയാ പോരെ. ഇവിടെ ലാഭമുണ്ടാക്കലല്ല ലക്ഷ്യം. ഒന്ന് ഘടകവിരുദ്ധതയാണ് പറയുന്നത്. ലാഭമുണ്ടാക്കാനാണെങ്കിൽ ടാക്സ് കൂട്ടിയാൽ പോരെ. പക്ഷെ അങ്ങ് പറഞ്ഞെന്താ, കൺസംഷൻ കൂടിയാൽ ടാക്സ് കുറഞ്ഞാലും കൺസംഷൻ കൂടിയാൽ ലാഭം കൂടില്ലേ എന്നുള്ളതാണ് അങ്ങ് ചോദിച്ചത്. അങ്ങനെ ടാക്സ് കുറച്ച് കൺസംഷൻ കൂട്ടി അതുവഴി ലാഭം ഉണ്ടാക്കുന്ന തിയറി അപ്ലൈ ചെയ്ത് ലാഭം ഉണ്ടാക്കേണ്ട ഒന്നും മദ്യമല്ല സർ. അല്ല, ഞാൻ മാധു ഈ സെയിൽസ് മാക്സിമേഷൻ തിയറിയാണ് പറയുന്നത്, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ നിങ്ങൾ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, വീര്യം കൂടിയ മദ്യത്തിൽ നിന്ന് വില കുറച്ചാലും വീര്യം കുറഞ്ഞതിലേക്ക് വരുമോ എന്ന്. ആ സംശയം നിങ്ങളുടേതാണ്, എന്റെ അല്ല. അതെ, എന്റെയാണ് സംശയം. എന്താ പ്രശ്നം? അങ്ങ് പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കുമ്പോൾ വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്നവർ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ് മദ്യനയത്തിൽ അവർ എഴുതി വെച്ചത്. അത് എന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് അങ്ങേക്ക് വേണമെങ്കിൽ എടുക്കാം, അങ്ങേക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചതും അതല്ല പറഞ്ഞതും. ഒരു നിമിഷം, അദ്ദേഹത്തിന്റെ കാലത്തെ മദ്യനയത്തിൽ എഴുതി വെച്ച കാര്യം ചോദിക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ ഉപഭോഗം കൂട്ടി ലാഭം ഉണ്ടാക്കേണ്ട ഒന്നല്ല മദ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്റെ കാഴ്ചപ്പാടാണ്, മദ്യനയത്തിൽ എഴുതി വെച്ചതല്ല. അല്ല മാധു, എന്റെ അഭിപ്രായം ഉപഭോഗം കൂട്ടി കൂടുതൽ വിൽപ്പന നടത്തി കൂടുതൽ ലാഭം ഉണ്ടാക്കേണ്ട കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം. എന്റെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് കുറയ്ക്കുമ്പോൾ അത് പറയട്ടെ, തിരക്കൂട്ടല്ലേ. ടാക്സ് കുറയ്ക്കുമ്പോൾ അതിന്റെ ഉപഭോഗം കൂടുന്നില്ലെങ്കിൽ, അത് കൂടുതൽ ആൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നമുള്ളത്? വീര്യം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ആളുകൾ ഷിഫ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വീര്യം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുന്നതാണ് എപ്പോഴും ഒരു സമൂഹത്തിന് നല്ലതെന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഈ വേഷത്തിന്റെയൊക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. അങ്ങാണ് പറഞ്ഞത് ടാക്സ് കുറയ്ക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്നത്. അങ്ങനെ സംഭവിക്കില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ച് വിപണി തുറന്നു കൊടുക്കുകയാണോ അതിന്റെ പരിഹാരം? അല്ല, ഞാൻ ചോദിക്കട്ടെ മാധു, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതല്ല, ഞാനത് മദ്യനയത്തിലെ കാര്യം അദ്ദേഹത്തോട് ഒരു ചോദ്യമായി വായിച്ചു കേൾപ്പിച്ചതാണ്. ആളുകൾ എത്തില്ലേ? അപ്പൊ നിങ്ങൾ LDF മദ്യനയത്തിൽ പറഞ്ഞതിനനുസരിച്ചാണോ നിങ്ങളുടെ നയം രൂപീകരിച്ചത്? നയം രൂപീകരിച്ചില്ല, ടാക്സ് കുറച്ചത്. അല്ല, ഞങ്ങളുടെ മദ്യനയം രൂപീകരിച്ചിട്ടില്ല. അതിന്റെ ചർച്ചകൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് ധനകാര്യ വകുപ്പ്, നികുതി വകുപ്പും കൂടി ചർച്ച ചെയ്ത് അവർ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് UDF മദ്യനയം വരാൻ പോകുന്നുള്ളൂ. എന്ത് തന്നെയായാലും അനധികൃത മദ്യം ഉപയോഗിക്കുന്നതിനേക്കാൾ, മയക്കുമരുന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനേക്കാൾ, വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്നതിനേക്കാൾ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കുന്നതാണ് കുറെ കൂടി അഭികാമ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞത് പ്രകാരം ടാക്സ് കുറച്ചതുകൊണ്ടോ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് വീര്യം കൂടിയത് ഉപയോഗിക്കുന്ന ആളുകൾ തിരിച്ച് ഷിഫ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നത്തിനും ഇവിടെ ഇടയില്ല, ഒരു തർക്കത്തിനും ഇവിടെ ഇടമില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ വീണ്ടും, എനിക്ക് തിരിച്ചൊരു ചോദ്യം,
ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ എം പി രാജേഷ് കുറെ സംശയങ്ങൾ പറഞ്ഞു, കോടതി പോയിട്ട് നിങ്ങൾക്ക് എന്തായെന്ന്. നിങ്ങൾക്കും അത്തരം ആക്ഷേപമുണ്ടെങ്കിൽ കോടതി പോകാം. ഇനി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്ന് നിങ്ങളോട് എന്ത് കിട്ടി എന്ന് ചോദിച്ചത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇന്ന് വെറുതെ ഒന്ന് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നതാണ് എങ്കിൽ ഒരു കുഴപ്പമില്ല. അതിനപ്പുറത്താണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുന്ന 2016 ഏപ്രിൽ മാസം കേരളത്തിലെ ബാറുകളുടെ എണ്ണം 29. നിങ്ങൾ അധികാരമൊഴിയുന്ന ഈ 2026 ഏപ്രിൽ മാസം കേരളത്തിലെ ബാറുകളുടെ എണ്ണം 884. ബാറുകളുടെ എണ്ണം, വീര്യം കൂടിയ മദ്യം വിൽക്കുന്ന ബാറുകളുടെ എണ്ണം താങ്കൾ പറഞ്ഞത് കൂടുതൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടല്ല, തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല. നീ ചുമ്മാ ഒരു തമാശ പറയാതെ. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്